ഒരു മനുഷ്യന് തന്റെ പ്രണയിനിയുടെ ഓർമ്മയ്ക്കായി എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഈ ചോദ്യം കേൾക്കുമ്പോൾ ആദ്യം താജ്മഹൽ ആയിരിക്കും മനസ്സിലേക്ക് വരിക. ഒരു ചക്രവർത്തിക്ക് അത് ചിലപ്പോൾ സാധിച്ചേക്കാം. എന്നാൽ ഒരു സാധാരണക്കാരന് എന്ത് ചെയ്യാൻ കഴിയും? കവിത എഴുതുകയോ സ്മാരകം പണിയുകയോ ചെയ്യുന്നവർ ഉണ്ടാവാം. എന്നാൽ താൻ സ്നേഹിച്ച പെണ്ണിന്റെ ഓർമ്മയ്ക്കായി ഒരു കൂറ്റൻ മലനിരയെ ഒറ്റയ്ക്ക് കുത്തിപ്പിളർന്ന് ഒരു വഴി വെട്ടാൻ സാധിക്കുമോ? വെറും ഒരു ഉളിയും ചുറ്റികയും മാത്രം കയ്യിലേന്തി നീണ്ട 22 വർഷം പ്രകൃതിയോട് മല്ലിട്ട് ഒരു വൻ പാറക്കെട്ടിനെ ഒറ്റയ്ക്ക് തൂത്തെറിഞ്ഞ ഒരു മനുഷ്യരുണ്ട്. ലോകം അസാധ്യമെന്ന് വിധി എഴുതിയ ഒരു അത്ഭുത പ്രവൃത്തി സാധ്യമാണെന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു മനുഷ്യൻ, ദശരഥ് മാഞ്ചി, അല്ലെങ്കിൽ ദ മൗണ്ടൻ മാൻ. ആ ഒറ്റയാൾ പടയുടെ ജീവിതം വെറും ഒരു മനുഷ്യന്റെ കഥയല്ല, മറിച്ച് പ്രണയത്തിന്റെയും അടങ്ങാത്ത നിശ്ചയദാർഢ്യത്തിന്റെയും മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും ഏറ്റവും ഉജ്ജ്വലമായ അധ്യായമാണ്. ദി മൗണ്ടൻ മാൻ എന്ന് വിളിപ്പേരുള്ള ആ മനുഷ്യനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ബീഹാറിലെ ഗയ ജില്ലയിലുള്ള ഗഹ്ലോർ എന്ന ചെറിയ ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത്. ദശരഥ് മാഞ്ചി ജനിച്ചു വളർന്ന ഗഹ്ലോർ അക്കാലത്ത് ഒരു നരകത്തോട് കിടപിടിക്കാവുന്ന അവസ്ഥയിലായിരുന്നു. പട്ടിണിയും ദാരിദ്ര്യവും നിഴലിച്ചു നിന്ന ഒരു ഗ്രാമം. അടിസ്ഥാന സൗകര്യങ്ങളായ കുടിവെള്ളമോ വെളിച്ചമോ വിദ്യാലയങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും അടിയന്തര ആവശ്യമോ ചികിത്സയോ വേണമെങ്കിൽ ഗ്രാമവാസികൾക്ക് അടുത്തുള്ള പട്ടണങ്ങളായ വസീർഗഞ്ചിലോ അത്രിയിലോ എത്തണമായിരുന്നു. എന്നാൽ ഗഹ്ലോർ ഗ്രാമത്തിനും ആ പട്ടണത്തിനുമിടയിൽ ഗഹ്ലോർ മലനിരകൾ നിലകൊണ്ടിരുന്നു. മല ചുറ്റി വളഞ്ഞു തിരിഞ്ഞ് സഞ്ചരിക്കണമെങ്കിൽ 70 കിലോമീറ്ററിലധികം ദൂരമുണ്ടായിരുന്നു. ഒരു രോഗിക്ക് യഥാസമയം വൈദ്യസഹായം കിട്ടുക എന്നത് അവിടെ അസാധ്യമായിരുന്നു. പല ജീവനുകളും ആശുപത്രിയിൽ എത്തും മുൻപേ ആ മലനിരകൾക്ക് മുന്നിൽ പൊലിഞ്ഞുപോയി. സാധാരണക്കാരനിൽ സാധാരണക്കാരനായ പാർശ്വവൽക്കരിക്കപ്പെട്ട മുസാഹർ സമുദായത്തിലായിരുന്നു മാഞ്ചിയുടെ ജനനം. നന്നേ ചെറുപ്പത്തിൽ തന്നെ ദാരിദ്ര്യം കാരണം വീട് വിട്ടിറങ്ങിയ മാഞ്ചി ധൻബാദിലെ കൽക്കരി ഖനികളിൽ വർഷങ്ങളോളം കഠിനമായ ജോലികൾ ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞ് യുവാവായി തിരിച്ചെത്തിയ മാഞ്ചി തന്റെ ഗ്രാമത്തിൽ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു. അവിടെ വെച്ചാണ് അവൻ തന്റെ ബാല്യകാല സഖിയായ ഫൽഗുനി ദേവിയെ വീണ്ടും കാണുന്നതും അവളുമായി പ്രണയത്തിലാകുന്നതും. വീട്ടുകാരുടെ എതിർപ്പുകളെല്ലാം മറികടന്ന് അവർ വിവാഹിതരായി. ദാരിദ്ര്യം നിറഞ്ഞതെങ്കിലും സ്നേഹം കൊണ്ട് സമൃദ്ധമായിരുന്നു അവരുടെ കൊച്ചു വീട്. പക്ഷേ പ്രകൃതി മാഞ്ചിയുടെ ജീവിതത്തിൽ മറ്റൊരു വിധി കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. 1959 ഒരു ഉഷ്ണകാലം. മാഞ്ചി ഗഹ്ലോർ മലനിരകളുടെ മറുഭാഗത്ത് പണിയിലായിരുന്നു. ഭർത്താവിന് ഉച്ചഭക്ഷണവും കുടിവെള്ളവുമായി കത്തുന്ന വെയിലിൽ മലനിരകൾ കയറി വരികയായിരുന്നു ഗർഭിണിയായ ഫൽഗുനി ദേവി. കല്ലും മുള്ളും നിറഞ്ഞ ആ കുത്തനെയുള്ള മലമ്പാതയിൽ വെച്ച് ഫൽഗുനിയുടെ കാലൊന്ന് തെന്നി. ഉയർന്ന പാറക്കെട്ടിൽ നിന്നും അവൾ ആഴമേറിയ താഴ്വരയിലേക്ക് തെറിച്ചു വീണു. ശരീരമാസകലം ചോരയിൽ കുളിച്ച് മാരകമായി പരിക്കേറ്റ് വീണ് കിടക്കുന്ന നിലയിലാണ് മാൽഗുനിയെ മാഞ്ചി കാണുന്നത്. നെഞ്ചുപൊട്ടുന്ന വേദനയോടെ മാഞ്ചി അവളെ വാരിയെടുത്തു. അടുത്തുള്ള ആശുപത്രിയിലേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും ആ 70 കിലോമീറ്ററോളം വരുന്ന ആ ചുറ്റി വളഞ്ഞ വഴി അവന്റെ പ്രതീക്ഷകളിൽ കരിനിഴൽ വീഴ്ത്തി. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ മാഞ്ചിക്ക് സാധിച്ചില്ല. ചോര വാർന്ന് മാഞ്ചിയുടെ മടിയിൽ കിടന്ന് ഫൽഗുനി ദേവി തന്റെ അവസാന ശ്വാസവും വലിച്ചു. മരിക്കുന്നതിന് മുൻപ് അവൾ മാഞ്ചിയുടെ കണ്ണുകളിലേക്ക് അവസാനമായി നോക്കിയ ആ നോട്ടം മാഞ്ചിയുടെ ഉള്ളിൽ തീ കോരിയിട്ടു. തന്റെ പ്രിയതമയുടെ ജീവനെടുത്തത് ആ ഭീമൻ മലനിരകളാണ്. ആശുപത്രിയിൽ എത്താൻ വഴിയില്ലാത്തത് കൊണ്ടാണ് തന്റെ കൺമുന്നിൽ അവൾ പിടഞ്ഞു പിടഞ്ഞ് മരിച്ചത്. ആ രാത്രി മാഞ്ചി ഉറങ്ങിയില്ല. കരഞ്ഞു തീർത്ത ആ രാത്രിക്ക് ശേഷം പുലർന്നപ്പോൾ മാഞ്ചി ഒരു ഭ്രാന്തനായി മാറിയിരുന്നു. പക്ഷെ ആ ഭ്രാന്ത് മനുഷ്യരോടായിരുന്നില്ല, മറിച്ച് ഒരു പ്രകൃതി ശക്തിയോടുള്ള പടപ്പുറപ്പാടായിരുന്നു. തന്റെ ഭാര്യയ്ക്ക് സംഭവിച്ച ദാരുണമായ വിധി ഇനി തന്റെ ഗ്രാമത്തിൽ ആർക്കും സംഭവിക്കരുത് എന്നവൻ ഉറപ്പിച്ചു. ആ ഗഹ്ലോർ മലനിരയെ കീറിമുറിച്ച് ഗ്രാമത്തിൽ നിന്നും പട്ടണത്തിലേക്ക് ഒരു നേർവഴി നിർമ്മിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. കയ്യിലുണ്ടായിരുന്ന ഏതാനും ആടുകളെ വിറ്റ് മാഞ്ചി ഉളിയും ചുറ്റികയും വാങ്ങി. 1960 കൂറ്റൻ മലനിരകൾക്ക് മുന്നിൽ ഒറ്റയ്ക്ക് ചെന്നു നിന്ന് മാഞ്ചി തന്റെ ആദ്യത്തെ അടിയടിച്ചു. വെറും ഒരു ഉളിയും ചുറ്റികയും കൊണ്ട് കൂറ്റൻ പാറകളെ തകർക്കാൻ നോക്കുന്ന മാഞ്ചിയെ കണ്ട് ഗ്രാമവാസികൾ പൊട്ടിച്ചിരിച്ചു. അവർ അവനെ മുഴുവട്ടൻ എന്ന് വിളിച്ചു, പരിഹസിച്ചു. സ്വന്തം പിതാവ് പോലും അവൻ ഭ്രാന്ത് പിടിച്ച് കുടുംബത്തിന്റെ പേര് കളയുകയാണെന്ന് കുറ്റപ്പെടുത്തി. എന്നാൽ മാഞ്ചി കുലുങ്ങിയില്ല. പരിഹാസങ്ങൾക്കും ശാപവാക്കുകൾക്കും മുന്നിൽ അവൻ തിരിഞ്ഞു നിന്നു. പുലർച്ചെ എഴുന്നേറ്റ് കർഷകരുടെ നിലങ്ങളിൽ പണി ചെയ്ത് വിശപ്പടക്കാനുള്ള വക കണ്ടെത്തും. ബാക്കി സമയം മുഴുവൻ മലമുകളിൽ. ഉച്ചവെയിലിലും കഠിനമായ തണുപ്പിലും മഴയിലും മാഞ്ചിയുടെ ചുറ്റിക പാറകളിൽ ആഞ്ഞു പതിച്ചുകൊണ്ടേയിരുന്നു. ഓരോ അടിയിലും അവൻ തന്റെ പ്രിയപ്പെട്ട ഫൽഗുനിയുടെ മുഖവും അവളുടെ അവസാന ശ്വാസവുമാണ് ഓർത്തത്. വർഷങ്ങൾ കടന്നുപോയി. 1970കളുടെ തുടക്കത്തിൽ ബീഹാറിൽ കഠിനമായ വരൾച്ച വന്നു. കുടിവെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഗ്രാമവാസികൾ ഓരോരുത്തരായി നാട് വിട്ടുപോയി. സ്വന്തം കുടുംബം പോലും മാഞ്ചിയെ ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് കുടിയേറി. എന്നാൽ മാഞ്ചി അവിടെ തന്നെ നിന്നു.
കാട്ടുചെടികളുടെ ഇലകൾ തിന്നും പാറയിടുക്കിലെ വെള്ളം കുടിച്ചും അവൻ തന്റെ ഉളിയും ചുറ്റികയും താഴെ വയ്ക്കാതെ പണി തുടർന്നുകൊണ്ടേയിരുന്നു. വർഷങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണപ്പോൾ പരിഹസിച്ചവരുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടരുവാൻ തുടങ്ങി. കൊടുമുടിയുടെ മാറിൽ മാഞ്ചി ഒരു പിളർപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. ഒരൊറ്റയാൾ പട്ടാളം കഠിനാധ്വാനം ചെയ്ത് ആ കൂറ്റൻ മലനിരകളെ പതുക്കെ പതുക്കെ കീറി മുറിക്കുകയാണെന്ന് ഗ്രാമവാസികൾ തിരിച്ചറിഞ്ഞു. അതോടെ മാഞ്ചിയെ വട്ടൻ എന്ന് വിളിച്ചവർ പതുക്കെ അവനെ ബഹുമാനിക്കാൻ തുടങ്ങി. ചിലർ അവന് ഭക്ഷണം കൊണ്ടുകൊടുത്തു. മറ്റു ചിലർ അവന്റെ ഒടിഞ്ഞുപോയ ഉളികൾക്ക് പകരം പുതിയത് വാങ്ങാൻ പണം നൽകി സഹായിച്ചു. നീണ്ട 22 വർഷങ്ങൾ. അതെ, 1960 തുടങ്ങിയ ആ ഒറ്റയാൾ പോരാട്ടം 1982 അവസാനിക്കുന്നത്. 22 വർഷം കഠിനമായി ചോരയും നീരും കണ്ണീരും ഒഴുക്കി മാഞ്ചി നിർമ്മിച്ചെടുത്തത് എന്താണെന്നറിയാമോ? 360 അടി നീളവും 30 അടി വീതിയും 26 അടി താഴ്ചയുമുള്ള ഒരു വലിയ റോഡ്. കൂറ്റൻ മലയെ വ്രണപ്പെടുത്തി അതിനുള്ളിലൂടെ അവൻ കോൺക്രീറ്റ് സാങ്കേതിക വിദ്യകൾ ഒന്നുമില്ലാതെ തന്നെ ഒരു മലമ്പാത വെട്ടിയുണ്ടാക്കി. അതോടെ അത്രി, വസീർഗഞ്ച് എന്നീ പ്രദേശങ്ങൾ തമ്മിലുള്ള 70 കിലോമീറ്റർ ദൂരം വെറും 15 കിലോമീറ്ററായി ചുരുങ്ങി. ഗഹ്ലോർ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് പട്ടണത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ നീളുന്ന പ്രയത്നമില്ലാതെ മിനിറ്റുകൾ കൊണ്ട് എത്തിച്ചേരാവുന്ന അവസ്ഥയുണ്ടായി. ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ ഭാവിയും മാഞ്ചി എന്ന ആ പാവപ്പെട്ട കർഷകന്റെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ തിരുത്തി കുറിക്കപ്പെട്ടു. എന്നാൽ മാഞ്ചിയുടെ പോരാട്ടം അവിടെയും തീർന്നില്ല. താൻ വെട്ടിയുണ്ടാക്കിയ വഴി തനിക്ക് മാത്രമുള്ളതല്ലെന്നും അവിടെ ഗവൺമെന്റ് ഒരു ടാറിട്ട റോഡ് നിർമ്മിക്കണമെന്നും തന്റെ ഗ്രാമത്തിൽ ഒരു ആശുപത്രിയും സ്കൂളും വരണമെന്നും മാഞ്ചി ആഗ്രഹിച്ചു. ഇതിനായി അധികാരികളെ കാണാൻ പണമില്ലാതിരുന്ന മാഞ്ചി ഗഹ്ലോറിൽ നിന്നും ഡൽഹിയിലേക്ക് തീവണ്ടി പാതയിലൂടെ 1000-ലധികം കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ചു. പട്ടിണിയും ദാഹവും സഹിച്ച് അവൻ രാജ്യ തലസ്ഥാനത്തെത്തി. പക്ഷേ ദില്ലിയിലെ എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലിരുന്ന ബ്യൂറോക്രാറ്റുകളും ഭരണാധികാരികളും ആ പാവപ്പെട്ട മനുഷ്യന്റെ യാചനകളെ ആദ്യം അവഗണിക്കുകയാണ് ചെയ്തത്. എങ്കിലും മാഞ്ചിയുടെ കഥ സാവധാനം ലോകമറിഞ്ഞു. പത്രമാധ്യമങ്ങൾ മാഞ്ചിയുടെ അത്ഭുത പ്രവൃത്തി വാർത്തയാക്കി. ലോക ചരിത്രത്തിൽ ഷാജഹാൻ തന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായി വെണ്ണക്കല്ലിൽ താജ്മഹൽ പണിതുയർത്തിയെങ്കിൽ 20-ാം നൂറ്റാണ്ടിലെ ഈ പാവപ്പെട്ട ഷാജഹാൻ തന്റെ പ്രണയിനിക്കായി കൂറ്റൻ മലനിരകൾ തുരന്ന് സ്വന്തം നാടിനെ രക്ഷിച്ചു. ഒടുവിൽ കാലം ആ മഹാനായ മനുഷ്യന് അർഹിച്ച അംഗീകാരങ്ങൾ തന്നെ നൽകി. 2006 ബീഹാർ സർക്കാർ അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരത്തിനായി ശുപാർശ ചെയ്തു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്റെ ഔദ്യോഗിക കസേരയിൽ മാഞ്ചിയെ ഇരുത്തി ആദരിച്ചു. എന്നാൽ പുരസ്കാരങ്ങളെക്കാൾ ഉപരി തന്റെ ഗ്രാമത്തിലേക്ക് ഒരു നല്ല റോഡും ആശുപത്രിയുമാണ് മാഞ്ചി എന്നും ആഗ്രഹിച്ചത്. 2007 ഓഗസ്റ്റ് 17 തന്റെ 73-ാം വയസ്സിൽ അർബുദത്തെ തുടർന്ന് ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ വെച്ച് ആ ധീര മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ബീഹാർ സർക്കാർ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. പിന്നീട് പ്രശസ്ത ബോളിവുഡ് സംവിധായകൻ കേതൻ മേത്ത മാഞ്ചിയുടെ അവിശ്വസനീയമായ ജീവിതകഥ ആസ്പദമാക്കി മാഞ്ചി ദ മൗണ്ടൻ മാൻ എന്ന ചലച്ചിത്രം നിർമ്മിച്ചു. നവാസുദ്ദീൻ സിദ്ദീഖി മാഞ്ചിയായി ജീവിച്ചു തീർത്ത ആ ചിത്രം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ കണ്ണ് നനയിച്ചു. ആ ചിത്രത്തിൽ മാഞ്ചി പറയുന്ന ഒരു പ്രശസ്തമായ വാചകമുണ്ട്: ദൈവത്തിന്റെ കരുണയ്ക്കായി കാത്തിരിക്കരുത്, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്നും കരുതി ദൈവം കാത്തിരിക്കുന്നുണ്ടാവും. ഇന്ന് ഗഹ്ലോറിലൂടെ കടന്നു പോകുന്ന ആ പാത മാഞ്ചിയുടെ പ്രണയത്തിന്റെ അടയാളമായി നിലകൊള്ളുന്നു. അതിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തിയും ഓർക്കുന്നത് ആ മലയുടെ വലിപ്പത്തെ കുറിച്ചല്ല, മറിച്ച് ആ മലയേക്കാൾ ഉയർന്നു നിന്ന ഒരു മനുഷ്യന്റെ ഇച്ഛാശക്തിയെയാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്ര വലുതാണെങ്കിലും, നിങ്ങളുടെ മുന്നിലെ പ്രതിസന്ധികൾ മല പോലെ ഉയർന്നതാണെങ്കിലും വിട്ടുകൊടുക്കാതിരിക്കാൻ മാഞ്ചിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. കാരണം തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു മനുഷ്യന്റെ മുന്നിൽ ദൈവത്തിന് പോലും വഴി മാറേണ്ടി വരും. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.